അങ്ങനെ തിരിച്ചു പോകേണ്ട ദിവസം എത്തി. അമ്മ നല്ല പ്രാർത്ഥനയിലാണ്. ഇന്നെല്ലാവരും നമ്മളെ ഒരു സഹതാപത്തിലാണ് നോക്കുക. ഞാൻ പൊന്നൂസിനെയും കൂട്ടി മട്ടൻ വാങ്ങിക്കാൻ പോയി. അങ്ങനെ മട്ടനൊക്കെ വാങ്ങിച്ചു വന്നിട്ട് പോകാൻ നേരത്താണ് ദൈവത്തിനൊക്കെ ഓർമ്മ വരുന്നത്. വീട്ടിലുള്ള പൂവെല്ലാം ദൈവത്തിന് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്ന് തന്നെ അങ്ങ് പോയി. ഇന്ന് അമ്പലത്തിനൊക്കെ ഒരു പ്രത്യേക വൈബായി പോകുന്നത് കൊണ്ടായിരിക്കാം. അന്ന് കൊടുന്ന് വെച്ച പെട്ടിയാ പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നു. ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ആദ്യം തന്നെ ബേക്കറി കടയ്ക്ക് പോയി. ലിസ്റ്റിലുള്ള കുറച്ച് ബേക്കറികളൊന്നും നോക്കിയില്ല, അങ്ങ് എടുത്തു. അങ്ങനെ വീട്ടിലെത്തി. അടുത്തൊരു പരിപാടിയാണ്, പോകുന്നത് എല്ലാവരെയും അറിയിക്കുക. ഇന്നത്തെ ദിവസം നാടൊക്കെ നോക്കുമ്പോൾ ഒരു HD ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ വല്യച്ഛന്മാരുടെയും അയൽവാസികളിലൊക്കെ വീടാണ്. അങ്ങനെ അവിടെയൊക്കെ പോയി മനസ്സില്ലാ മനസ്സോടെ യാത്രയെല്ലാം പറഞ്ഞിറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ വെളിച്ചപ്പാട് വന്നത്. വീട്ടിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ ഇങ്ങനെ വരുന്നതാണ്. അടുത്ത പരിപാടിയാണ് മുടി വെട്ട്. ഗൾഫിലൊക്കെ മുടിഞ്ഞ പൈസ. അത് കഴിഞ്ഞ് അടുത്തതാണ് ഏറ്റവും വിഷമം. ബാറ്ററി എല്ലാം ഡിസ്കണക്ട് ചെയ്തിടും. ഇതിന്റെ ബാറ്ററിയിൽ ഊരിടുമ്പോൾ നമുക്കൊരു മനസ്സിനുണ്ടല്ലോ ഒരു വല്ലാത്തൊരു വിഷമം തന്നെയോ. എല്ലാം കഴിഞ്ഞതാണ് മൂടിയിടുമ്പോൾ ഇനി ഇതെന്നാണ് തുറക്കുക എന്നാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കും. 29 ദിവസം പോയ പോലെയല്ല, 30ാമത്തെ ദിവസം വളരെ പെട്ടെന്ന് തീരും. അങ്ങനെ എയർപോർട്ടിലെത്തി. പിന്നെ ഒരു വർഷം അവിടെ നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കയ്യിലുള്ള കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഓർമ്മകളും. അങ്ങനെ ഫ്ലൈറ്റ് പൊന്തുമ്പോണ്ടല്ലോ മനസ്സിനൊരു പെടപ്പ. ഇനി ഇതൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മളെ കാണുമ്പോൾ തന്നെ ഈ ചിരിക്കണണ്ട, ഈ ചിരിക്കണണ്ട. ഈ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇനി ഇവിടെ സെറ്റ് ആവാനുള്ള മാനസിക തയ്യാറെടുപ്പ്. ബാക്കി പിന്നെ